ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞു മോർണിംഗ് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ രാവിലെ ഇടിയപ്പവും അതുപോലെ തന്നെ ഗ്രീൻ പീസ് കറിയാണ്. അപ്പോൾ തലേന്ന് തന്നെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് ഒരല്പം ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി നമ്മളിവിടെ ഗ്രീൻ പീസ് കറി ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് കേട്ടോ. ഇടിയപ്പം ഒന്നും ഉണ്ടാക്കാറേ ഇല്ലായിരുന്നു. അപ്പോൾ എന്താ പറയണേ, പച്ചരി വാങ്ങുവാണെങ്കിൽ നമ്മൾ ആ പച്ചരിയിൽ തന്നെ അങ്ങ് നിൽക്കും. അതിനിടയ്ക്ക് ആണ് അതില്ലാണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസ് കറി ഞാൻ നേരത്തെയൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇഷ്ടംപോലെ നമ്മളെ വീഡിയോയ്ക്ക് അത് ഷെയർ ചെയ്തിട്ടുണ്ട്. വേറൊന്നുമില്ല, നമ്മളിച്ചിരി ഒരു സവള ചെറുതായിട്ട് അരിഞ്ഞതും 2-3 പച്ചമുളകും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 3-4 വെളുത്തുള്ളി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് വഴന്ന് വന്നു കഴിയുമ്പം നമ്മൾ ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചപ്പുമണം മാറി കഴിയുമ്പം തേങ്ങയും പെരിഞ്ജീരകവും 1 ടീസ്പൂൺ പെരിഞ്ജീരകവും ഇച്ചിരി തേങ്ങയും കൂടി അരച്ചെടുത്തിട്ട് ആ അരപ്പും ചേർത്ത് അല്ലാട്ടോ, അതിന് മുമ്പ് ഇച്ചിരി കിഴങ്ങും ക്യാരറ്റും ചേർക്കാനുണ്ട്. അതായത് സവോള വഴന്ന് പച്ചപ്പുമണമൊക്കെ മാറി കഴിയുമ്പോൾ നമ്മൾ കിഴങ്ങാണ് ചേർക്കുന്നത്. കിഴങ്ങും ക്യാരറ്റും ചേർത്തിട്ട് നമ്മൾ ഗ്രീൻ പീസ് വേവിച്ച് വെച്ച വെള്ളമല്ലേ, അത് വെച്ചിട്ട് അതൊന്ന് ഒഴിച്ചിട്ട് ആ വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കും കേട്ടോ. ആ വെള്ളം ഒഴിച്ച് വേവിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ അരപ്പ് ചേർക്കുന്നത്. അരപ്പ് ചേർത്ത് വീണ്ടും നന്നായിട്ട് 2-3 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയി കേട്ടോ. ഏകദേശം നമുക്ക് ഈ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു ഗ്രീൻ പീസ് കറിയും വരിക. അപ്പോൾ പെട്ടെന്ന് പുതിയതായിട്ട് വരുന്നവർക്കൊന്ന് പറഞ്ഞു കൊടുത്തു എന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്താ ഇടിയപ്പം ഉണ്ടാക്കുവാണ് കേട്ടോ. ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കിയപ്പോഴേ ആദ്യത്തെ ട്രിപ്പ് തേങ്ങ ഇട്ടു, രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ തേങ്ങ ഇടാൻ മറന്നുപോയി. ഇവിടെ തേങ്ങ മുകളിൽ ഇടിക്കുള്ളൂ, അടിയിലാണ് സാധാരണ എല്ലാവരും ഇടണമെന്ന് തോന്നും, പക്ഷേ മുകളിൽ ഇടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യത്തെ ലെയറിൽ ഞാൻ തേങ്ങയൊക്കെ ഇട്ട് ആക്കി. രണ്ടാമത്തെ ലെയർ വന്നപ്പോഴത്തേക്കും തേങ്ങ ഇടാൻ മറന്നുപോയി എന്നുള്ളതാണ്. കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ വാങ്ങി കഴിഞ്ഞപ്പോൾ ഇച്ചിരി അങ്ങ് ഇട്ടു മുകളിലേക്ക്. തേങ്ങയല്ലേ, അപ്പോൾ അത് എന്തിലായാലും പ്രശ്നമുള്ള കാര്യമല്ലോ. പിന്നെ എനിക്ക് ഇന്ന് അബദ്ധങ്ങളുടെ ഒരു കൂടാരമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഞാൻ ചിക്കൻ വാങ്ങിച്ചാണ്. ഇപ്പം ഇന്ന് രാവിലെ ശരിക്കും പറഞ്ഞാൽ ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടാക്കി ഒറ്റ ട്രിപ്പ് പണി തീർന്നേനെ കേട്ടോ. പക്ഷേ നമ്മുടെ പൊട്ടബുദ്ധിക്ക് എന്തോ ചിക്കൻ വാങ്ങിച്ച് ഫ്രിഡ്ജ് വെച്ച കാര്യം ഞാനങ്ങ് മറന്നുപോയി. അപ്പോൾ രാവിലെ എണീറ്റ് ഗ്രീൻ പീസ് കറിന് ഉള്ളതൊക്കെ വേവിച്ച് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് ചോദിക്കുമ്പോഴാണ് ഞാൻ ഓർമ്മ ദൈവം ഇന്നലെ ചിക്കൻ വാങ്ങിച്ചായിരുന്നല്ലോ എന്ന്. അപ്പോൾ ഓർമ്മ എന്തോരം ഉണ്ടെന്ന് ഓർത്താൽ മതി, എന്താണേലും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യാവേ. അപ്പോൾ കറി അവിടെ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അരപ്പ് ചേർത്തു, കഷ്ണങ്ങളൊക്കെ ഞാൻ അതിനകത്തേക്ക് ചേർത്തു. ഒരു കിഴങ്ങും ഒരു ചെറിയൊരു ക്യാരറ്റും മതി കേട്ടോ. അല്ലെങ്കിൽ ബീൻസ് ഇഷ്ടമാണെങ്കിൽ അതും ചേർക്കാം, അതൊന്നും നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ആ സമയം കൊണ്ട് ഇടിയപ്പം അവിടെ വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഹസ്ബൻഡിന് പോകേണ്ട ദിവസമാണ്, ഇന്ന് ചോറ് കൊണ്ടുപോകണില്ല. അപ്പോൾ ഇന്നലെ ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ എല്ലാം കൊണ്ടും താമസിച്ചൊക്കെയാണ് കിടന്നത്. വന്നു കഴിഞ്ഞും കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് ക്ഷീണവും എല്ലാം ആയിട്ട് ഇന്ന് താമസിച്ച് എണീറ്റത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ചോറ് കൊണ്ടുപോകണില്ല എന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് ഉണ്ണാൻ വരാം എന്നുള്ള രീതിയിലാണ് പോയേക്കണത്. അപ്പോൾ അന്നേരത്തേക്ക് നമുക്ക് ചോറും ആക്കി ചിക്കൻ റോസ്റ്റും ആക്കി കഴിഞ്ഞ് ഇന്നത്തെ അടുക്കളപ്പണി കഴിഞ്ഞു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നല്ല രീതി അറിയാമല്ലോ, എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാൽ 2 ദിവസത്തെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസത്തെ ഡ്രസ്സ് അലക്കാൻ കിടക്കുന്നുണ്ട്. അതെല്ലാം വലിയൊരു പണിയാണ്, വെള്ളം ഒട്ടില്ല താനും. അപ്പോൾ അത് അച്ചുക്കുട്ടൻ അവിടെ നിന്ന് ചായ കുടിക്കേണ്ടത് ഞാനിട്ടും ബ്രഷ് ചെയ്യാനൊക്കെ ആയിട്ട് അങ്ങ് പോയേക്കുവാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ വേഗം പോയി മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരി കേട്ടോ. മുറ്റം അടിച്ച് വാരിയിട്ട് വന്നപ്പോഴത്തേക്കും ധ്യാനൂട്ടൻ ബ്രഷൊക്കെ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ധ്യാനൂട്ടനും എന്താ പറയണേ, കറിയും എല്ലാം എടുത്തു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാനും ചായ കുടിക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ചായ കുടിച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങാമെന്ന് വെച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രീൻ പീസ് കറിയും ഇടിയപ്പം. അപ്പോൾ ഞാനത് കഴിച്ചു കഴിഞ്ഞിട്ട് വേഗം തന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. ഞാൻ പറഞ്ഞില്ല, ഒരു കുന്ന് തുണി അലക്കാനുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം അലക്കിയിട്ട് വിരിക്കാനുണ്ടായിരുന്നു, എന്ന് വെച്ചാൽ ഉജാല മുക്കാനുണ്ടായിരുന്നേ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ തിരക്ക് കാരണം ഉജാല അലക്കി വെച്ചിട്ട് പോയി, ഉജാല മുക്കിയില്ല. അപ്പോൾ അതൊന്ന് ഉജാല മുക്കിയിടണം. വാഷിംഗ് മെഷീനകത്തുള്ള കുറച്ച് തുണി അലക്കാനുണ്ട്, അത് അലക്കാനിട്ടു. പിന്നെ ഇന്നിപ്പോൾ കല്ലേൽ അലക്കാനുള്ള കൂടുതൽ, കാരണം നല്ല ഡ്രസ്സുകളാണ് അലക്കാൻ കൂടുതലും, അതുകൊണ്ട് തന്നെ കല്ലേലാണ് കൂടുതൽ അലക്കാനുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും മഴ പെയ്ത കാരണം നമ്മുടെ പൂച്ചെടി ഒന്ന് വിടർന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു ചെടിക്കൊരു പ്രത്യേകത ഉണ്ട്, എന്താണെന്നറിയോ, നമ്മൾ എത്രമാത്രം ഈ ഒരു സംഭവം ഒന്ന് നട്ട് പിടിപ്പിച്ച് പൂവുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ എത്ര നശിച്ചു പോയാലും മഴ പെയ്യുമ്പോൾ അത് വീണ്ടും കിളിർത്ത് വരും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ തല പൊക്കിയത് ആ ചെടിയാണ്. നല്ല രസമുണ്ട് അതിൻ്റെ പൂ കാണാനും. പേരൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ആ സമയത്ത് അച്ചുക്കുട്ടനാണെങ്കിൽ കുറച്ച് ബേക്കറിയൊക്കെ കൊണ്ടുവച്ച് കഴിക്കാനുണ്ട്. ബേക്കറി നമ്മളിവിടെ അങ്ങനെ വാങ്ങാറില്ല കേട്ടോ, പ്രത്യേകിച്ച് ഈ ഒരു വീട്ടിലേക്ക് വന്നേ പിന്നെ
നേരത്തെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചാച്ചനുള്ള സമയത്ത്, അച്ചാച്ചൻ എൻ്റെ ഫാദറിൻ്റെ ആണ്, അച്ചാച്ചനുള്ള സമയത്ത് പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ബേക്കറിക്കൊന്നും ഒരു പഞ്ഞോ ഒരു കൊതിയോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്ന് വെച്ചാൽ വൈകുന്നേരം എന്നും അച്ചാച്ചൻ ഓരോ പാക്കറ്റ് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് ഇവർക്ക് കൊണ്ട് കൊടുത്തിട്ടാണ് പോവുള്ളൂ. അപ്പോൾ അങ്ങനെ ബേക്കറിക്കൊന്നും ഒരു കൊതി ഉണ്ടായിരുന്നില്ല. അപ്പോൾ നേരത്തെ താമസിച്ചിട്ടുന്ന വീട്ടിലായിരുന്നു അന്നേരം. അത് കഴിഞ്ഞാൽ അച്ചാച്ചൻ പോയി കഴിഞ്ഞാൽ പിന്നെ എന്നാ പറയണേ, മക്കൾക്ക് ഇപ്പം അങ്ങനെയൊന്നും ആരും വാങ്ങിച്ചു കൊടുക്കാനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം അച്ചാച്ചൻ്റെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളിച്ചായി വന്നു കഴിഞ്ഞപ്പം മക്കൾക്ക് കുറേ കൊണ്ട് കൊടുത്തതാണ്. അപ്പോൾ അച്ചുക്കുട്ടൻ അത് ഒക്കെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ബിനുവേട്ടൻ വല്ലപ്പോഴും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. വല്ലപ്പോഴും ഒക്കെ കൊണ്ടുവന്നാലും പിള്ളേർക്ക് ആ ഒരു കൊതി അങ്ങ് മാറണില്ലോ. അങ്ങനെ ബേക്കറി അങ്ങനെ ഒരുപാട് വാങ്ങിക്കണില്ല. നേരത്തെ ആ കഴിച്ച് കൊണ്ടുവന്ന അത്ര ഒന്നും ഇപ്പം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു എന്താ പറയുക, കിട്ടാണ്ടിരിക്കുമ്പോൾ പിള്ളേർക്ക് അതിൻ്റേതായ ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ അച്ചുകൂട്ടന് കിട്ടിയ കാരണം അച്ചുകൂട്ടൻ കുറച്ചുണ്ടായിരുന്നു കേട്ടോ, 3-4 പാക്കറ്റ് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അച്ചുകൂട്ടൻ ഇങ്ങനെ പൊട്ടിച്ച് ഓരോന്നോരോന്നായിട്ട് അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാനാണെങ്കിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ വെള്ളത്തിലെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെള്ളം ഐസൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വെള്ളമൊക്കെ മാറ്റി കഴുകി വാരി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു ലേശം തൈര് ഒഴിച്ച് കൊടുക്കേണ്ട, ഒരു ഏകദേശം ഒരു 1/2 കപ്പ് തൈരോളം ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. 1/2 കപ്പും 1/4 കപ്പിന് ഇടയ്ക്ക് എന്ന് പറയാം. അപ്പോൾ തൈര് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ട് ഇറക്കി കൊടുക്കുക. പിന്നെ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ ഇപ്പോൾ 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി 1.5 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. 1-2 ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ സാധാരണ മുളക് പൊടി കാരണം ഞാനൊരു ഒരു സ്പൂൺ നന്നായിട്ട് 1.5 സ്പൂണോളം നന്നായിട്ട് ഇടുന്നുണ്ട്. ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര എരിവാകുമല്ലോ. അപ്പോൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാമെന്നുള്ളൂ. പിന്നെ നമ്മൾ ഇനിയിപ്പം സവാള വഴറ്റുമ്പോൾ അതിൻ്റെ കൂടെ ഇച്ചിരി ഇടുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. അപ്പം ഇച്ചിരി ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്പൂണിന് 1.5 സ്പൂൺ കഷ്ടി ഇടണുള്ളൂ കേട്ടോ മുളക് പൊടി. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വെച്ച് മിക്സ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, സ്പൂണും കൂടി മിക്സ് ചെയ്താലും മതി. പക്ഷേ കൈ കൊണ്ട് മിക്സ് ചെയ്താൽ പെട്ടെന്ന് പണി കഴിയും. പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ എൻ്റെ കൈ പുകഞ്ഞിട്ടിരിക്കാൻ മേലായിരുന്നു എന്നുള്ളത് വേറെ വശം. അപ്പോൾ അതവിടെ മിക്സ് ചെയ്ത് നമുക്കങ്ങ് മാറ്റി വയ്ക്കാം. എന്നിട്ട് ആ സമയം കൊണ്ട് നമുക്കൊരു 4-5 സവാള, വലിയ സവാളയാണെങ്കിൽ ഒരു 4-5 സവാള എടുക്കണം കേട്ടോ. സവാള നന്നായിട്ട് ചേർന്നാൽ ഈ ഒരു റോസ്റ്റിന് നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഒരു 4-5 സവാള എടുക്കണം. അതുപോലെ തന്നെ ഒരു കുടം വെളുത്തുള്ളി ചതച്ചതും ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും നമുക്ക് വേണം കേട്ടോ. അപ്പോൾ പിന്നെ ഞാനതൊക്കെ എടുത്ത് കഴിഞ്ഞ പിന്നെ ഷൂട്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂണിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ചിക്കൻ റോസ്റ്റൊക്കെ വല്ലപ്പോഴും ഉണ്ടാക്കുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ നന്നായിട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഇച്ചിരി എണ്ണയൊക്കെ അധികം ഒഴിച്ച് നോക്കി പ്രശ്നമൊന്നുമില്ല. എന്നും ഉണ്ടാക്കുന്നവരോടല്ല പറഞ്ഞത് കേട്ടോ. അപ്പോൾ എണ്ണ ഒരു 4 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഇച്ചിരി കടുക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സവാള ഞാൻ ചോപ്പ് ചെയ്തെടുക്കുക നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തു. അപ്പോൾ 4-5 വലിയ സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഒരു ലേശം ഉപ്പ്, അതായത് ഈ സവാള ഒന്ന് വഴന്ന് വരണമല്ലോ, അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇത് സവാള പതിയെ ഒന്ന് വഴന്ന് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് പോയി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കാം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി ഇത് കഴിഞ്ഞിട്ട് ചതച്ചെടുത്ത് പതിയെ ഒന്ന് സോഫ്റ്റായി കഴിയുമ്പോഴാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 2-3 പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം, അതും കൂടെ കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്തിട്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് വഴന്നു വേണം. അതായത് ഈ സവാള ഒന്ന് നന്നായിട്ട് വഴന്നൊരു ഗോൾഡൻ കളർ ആവുക എന്നൊക്കെ പറയല്ലേ, അങ്ങനെ ആവണം കേട്ടോ. എന്നാലാണ് ഈ ഒരു ചിക്കൻ റോസ്റ്റ് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ആയിട്ടുണ്ട്, നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിപ്പൊടി ഒരു 2-2.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പെരിഞ്ജീരകം 1 സ്പൂൺ, അത് ഞാൻ ഇതിനകത്ത് ക്യാമറയിൽ നിന്ന് വിട്ടുപോയതാണ് കേട്ടോ. 1 സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. അത് ഒരു ടീസ്പൂണാണെങ്കിൽ 1 സ്പൂൺ നന്നായിട്ട് തന്നെ ഇടാം കേട്ടോ. അല്ലെങ്കിൽ ടേബിൾ സ്പൂൺ ആണെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതി. അപ്പോൾ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും മല്ലിപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല, ഞാൻ ഗരം മസാല ചേർക്കില്ല. ഗരം മസാലയുടെ ടേസ്റ്റ് എനിക്ക് അത്ര പിടുത്തമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. ഗരം മസാല ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ മസാല ആയതുകൊണ്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം നന്നായിട്ട് തന്നെ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈസ്റ്റേൺഡേ ആണ് കേട്ടോ ഞാനിവിടെ എടുക്കണം. ചിക്കൻ മസാലയും അതുപോലെ തന്നെ മീറ്റ് മസാലയും എല്ലാം ഞാൻ ഈസ്റ്റേൺഡേ വാങ്ങണം കേട്ടോ. പരസ്യമല്ല, ഞാൻ നേരത്തെ മുതലേ ഒരുപാട് മാറി യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈസ്റ്റേൺഡേ ആ ഒരു ടേസ്റ്റിൻ്റെ അത്രയും എനിക്കൊന്നും വേറെ ഒന്നും പിടിക്കാറില്ല. അതുകൊണ്ട് ആണ് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇനി ഇതിൻ്റെ പച്ചപ്പോണം നന്നായിട്ടൊന്ന് മാറി കിട്ടുന്നോടം വരെ ഇളക്കി കൊടുക്കണം കേട്ടോ.
പച്ചപ്പോണം മാറി വന്നു കഴിയുമ്പം നമ്മളൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തക്കാളി ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് നമ്മൾ ഒന്ന് ഹൈ ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇളക്കി കൊടുത്തിട്ട് ആണ് നമ്മൾ ചിക്കൻ ചേർക്കണത്. ചിക്കൻ ചേർത്ത് വീണ്ടും നമ്മൾ പിന്നെ അത് ഹൈ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു 2-3 മിനിറ്റ് നേരം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ മസാല എല്ലാം നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കും. അപ്പോൾ ചിക്കൻ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ തക്കാളി ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം അതിനകത്ത് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതങ്ങ് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അല്ലാണ്ട് അഡീഷണൽ ആയിട്ട് വെള്ളം ഒന്നും ചേർക്കണ്ട. പിന്നെ നമ്മളിത് ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കുമ്പം അത് ചിക്കനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം വരും. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് നമ്മൾ വറ്റിച്ചെടുക്കുകയാണ് പിന്നെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഒരു 10-25 മിനിറ്റ് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു കൊടുക്കുക, ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു 2-3 മിനിറ്റ് വരെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം മാത്രം മൂടി വെച്ചിട്ട് വേവിക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ അറിയാം ചിക്കനകത്ത് നിന്ന് നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ടാകും. അപ്പോൾ ആ സമയത്ത് നമുക്കിത് പിന്നെ മൂടി വെക്കണ്ട, പിന്നെ തുറന്ന് വെച്ചാൽ മതി. കാരണം ഒരു 20 മിനിറ്റും കൊണ്ടൊക്കെ മതി ചിക്കൻ നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ ഒരു പകുതി വേവാകുമ്പോൾ തുറന്ന് വയ്ക്കുമ്പോൾ പിന്നെ നമുക്ക് ആ വെള്ളം വറ്റി വന്നോളൂ കേട്ടോ. പിന്നെ മൂടി വെച്ച് കഴിഞ്ഞാൽ വെള്ളം വറ്റിയല്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാനിത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് വരാം. അപ്പോളേ നമ്മുടെ ക്യാമറയുടെ പ്രത്യേകത നമുക്കറിയാലോ. അകലേന്ന് നോക്കിയാലാണ് ചിലപ്പോൾ ഏകദേശം എങ്കിലും കളർ കിട്ടുക. ബ്രൗൺ കളറാണ് നമ്മുടെ ക്യാമറ അടുത്ത് കാണിക്കുമ്പോൾ റെഡ് കളറിലാണ് കാണിക്കുകയുള്ളൂ. അപ്പോൾ കറി വരുമ്പോൾ ബ്രൗൺ കളറിലാണ് കേട്ടോ വരിക. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ വെള്ളം വരും എന്നുള്ളത്. വെള്ളം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കുറച്ച് നേരം തുറന്ന് വെച്ചും കൂടെ നമുക്ക് ഇത് വറ്റിച്ചെടുക്കാം. അപ്പോൾ മാക്സിമം വറ്റിച്ച് റോസ്റ്റ് എത്രമാത്രം വെള്ളം വേണമെന്നുള്ളത് നമുക്കറിയാലോ. ഇവിടെ ഇച്ചിരി ഒരു കുഴഞ്ഞിരിക്കണം. എന്നു വെച്ചാൽ ഒത്തിരി വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ കറി തികയില്ല. നമുക്ക് അളവിൽ ഒപ്പിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ഒത്തിരി അങ്ങ് വറ്റിക്കാൻ പോകാറില്ല കേട്ടോ. അപ്പോൾ അത് ഏകദേശം വെള്ളം വറ്റി വരുന്ന ഭാഗമാണ്. ഒരു 2 മിനിറ്റോടെ ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആവും കേട്ടോ. അപ്പോൾ ഞാൻ അകലേന്നൊക്കെ വീഡിയോ ഒക്കെ പിടിച്ച് നോക്കി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കളറൊന്ന് കാണിച്ചു തരാനുള്ള ഒരു തത്രപ്പാടാണെന്ന് കേട്ടോ. പക്ഷേ അങ്ങ് ആയില്ല. അകലെ നോക്കുമ്പോൾ പിന്നെ ഒരു ബ്രൗൺ കളർ തോന്നുന്നുണ്ടല്ലേ. അപ്പോൾ അടുത്ത് വരുമ്പോൾ വീണ്ടും ചുവപ്പ് കളറാണ് തന്നെ. അതാണ് ക്യാമറയിൽ വീഡിയോ എടുക്കണം എന്ന് പറയുന്നത്. ക്യാമറയിലാണെങ്കിൽ നമുക്ക് ആ കറക്റ്റ് കളർ കിട്ടും. ഇത് ഈ ഫോണും നമുക്കറിയാലോ എത്ര ഒറിജിനലിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യണം കേട്ടോ, ക്ലാരിറ്റി ഒട്ടും കുറയാണ്ടിരിക്കാനായിട്ട്. പക്ഷേ എന്നാലും ഇതാണ് അവസ്ഥ. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്ക് അച്ചുക്കുട്ടന് മെഹന്തി ഇടണമെന്ന് പറഞ്ഞ് അച്ചുക്കുട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. അച്ചുക്കുട്ടൻ മെഹന്തി ആദ്യമായിട്ടാണ് അച്ചുക്കുട്ടൻ കഴിഞ്ഞ ദിവസം കല്യാണത്തിന് കാണുന്നത്. പക്ഷേ അച്ചുക്കുട്ടൻ ഇട്ടില്ല. അച്ചുക്കുട്ടൻ ഒരു ചമ്മൽ. പെണ്ണുങ്ങളല്ലേ മെഹന്തി ഇടണേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്, അതുകൊണ്ട് അച്ചുക്കുട്ടൻ ഇട്ടില്ല കേട്ടോ. അപ്പോൾ എണീറ്റ് പോയി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. കുഞ്ഞു വ്ളോഗായിരുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലൊരു വ്ളോഗുമായി വീണ്ടും കാണാം. താങ്ക്